യാത്ര പോകുമ്പോൾ റീൽസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണോ പോയതെന്ന്. റീൽസിൽ കൂടിപ്പോയാൽ 3 മിനിറ്റിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ റീൽസിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാ ദിവസവും ഞാൻ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിന്നുന്നത് മാത്രമല്ല, അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടുതലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കാണണമെങ്കിൽ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെങ്തി വീഡിയോസ് കണ്ടാൽ മതിയാകും കേട്ടോ. ഈ 3 മിനിറ്റുള്ള വീഡിയോയിൽ എനിക്ക് ഇത്രയും മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തിന്നാൻ മാത്രമാണോ പോയെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ തിന്നാനും കൂടിയാണ് പോയത്. മനുഷ്യരായാലും 3 നേരം ആഹാരം കഴിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ വിശക്കുമ്പോൾ ആഹാരം കഴിക്കാറുണ്ട്, 3 നേരവും കഴിക്കാറുണ്ട്. 3 നേരം കഴിച്ചില്ലെങ്കിലും 2 നേരം കഴിക്കുമ്പോൾ കാര്യമായിട്ട് കഴിക്കാറുമുണ്ട്. ചീമ പുറത്തുനിന്ന് പഠിച്ച കുട്ടിയാട്ടോ. അപ്പോൾ അവൾ ഫുഡൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ പറയും, വേസ്റ്റ് ചെയ്യരുത്, ഫുഡിൻ്റെ വില ഞാൻ ഒരുപാട് അറിഞ്ഞതാണ് എന്നൊക്കെ പറയും. അന്ന് സത്യം പറഞ്ഞാൽ അവളെ കളിയാക്കി ചിരിച്ചു, വലിയ ഫിലോസഫി പറയുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കേവലം 15 ദിവസത്തെ ട്രിപ്പിന് കഴിഞ്ഞ പ്രാവശ്യമായാലും ഇപ്പോഴായാലും എപ്പോഴായാലും നോർത്തിൽ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഭക്ഷണമായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ, നോർത്തിലെ ഫുഡുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട്. കാരണം നമ്മൾ ശീലിച്ച കാര്യങ്ങളിൽ നിന്നും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞാലുള്ള ഫുഡിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാലും എനിക്ക് അവിടുത്തെ ഫുഡ് ശരിയാവുന്നില്ല. അവിടുത്തെ ടേസ്റ്റ് ഞാനുമായിട്ട് സെറ്റ് ആവുന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അവിടുത്തെ ഭക്ഷണത്തെ കുറ്റം പറയുന്നതോ വേറെ ഒന്നുമല്ല, എനിക്ക് ആ ഒരു ടേസ്റ്റുമായിട്ട് സെറ്റ് ആവുന്നില്ല, അത്ര തന്നെ. സത്യം പറഞ്ഞാൽ വീട്ടിൽ, അതായത് നാട്ടിലെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചോറും തൈരും കാണുമ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളാറുണ്ട്. പക്ഷേ നോർത്തിൽ പോയാൽ ചോറും തൈരും എനിക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. കൊതിയാവും ഒരു നേരം ചോറും തൈരും കഴിക്കാനായിട്ട്, വാങ്ങിച്ച് കഴിക്കാറുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യ കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട്. ഹൈദരാബാദിൽ വന്നാൽ പിന്നെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഓതൻറ്റിക് ടേസ്റ്റിലുള്ള ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായിട്ടൊരു കടയിൽ കയറിയതാണ്. പക്ഷേ കഴിഞ്ഞ 2-3 പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ച ഹൈദരാബാദി ബിരിയാണിയുടെ അതേ ടേസ്റ്റായിരുന്നു ഇപ്പോൾ വാങ്ങിച്ച് കഴിച്ചപ്പോഴും. അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതാണോ ഹൈദരാബാദി ബിരിയാണിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എപ്പോഴും കഴിക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റും ഇത് തന്നെയാണ്. നമ്മളെ കേരളത്തിലെ നല്ല തലശ്ശേരി ദം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്നവർക്ക് എവിടെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി അങ്ങോട്ട് എനിക്ക് സെറ്റ് ആവുന്നില്ല കേട്ടോ. അതും എൻ്റെ നാക്കിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറ്റുന്നില്ല. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് കറാച്ചി ബേക്കറിയിൽ കയറിയപ്പോഴേക്കും അത് ആ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക ഇവിടെ ഇരിക്കുന്നത്. ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുള്ള ബൺ മസ്ക. എന്നാൽ പിന്നെ ഒന്ന് പിടിച്ചു നോക്കണമല്ലോ, ഇവിടെ നിങ്ങളുടെയാണ് ഈ ബൺ മസ്ക ഉത്ഭവിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഓതൻറ്റിക് ടേസ്റ്റിൽ കഴിക്കാൻ കരുതി. എവിടെ ഇതും അങ്ങോട്ട് സെറ്റായില്ല. ഇതിനെക്കാട്ടി നല്ല ബൺ മസ്ക ഇറാനി ചായ നമ്മുടെ ട്രിവാൻഡ്രത്ത് പിള്ളേരുണ്ടാക്കും. പറ്റുന്നില്ല മക്കളെ.